ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും ഇനി ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഹൈ പ്രോട്ടീൻ ഓട്ട് മീലാണ്. ഇത് നിങ്ങൾക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായും ഫില്ലിംഗ് സ്നാക്കായും ഈവൻ ലൈറ്റ് ഡിന്നറായിട്ടും കഴിക്കാവുന്ന ഫുഡ് കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് 1/4 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഓട്സിന് പകരമായിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സോ അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് ബ്ലോട്ടിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ ഓട്സ് ഡയറക്റ്റായിട്ട് കഴിക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ ഒന്നുകിൽ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ സോക്ക് ചെയ്തോ കഴിക്കാം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായ 1/2 കപ്പ് സ്കിംഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡയറി മിൽക്കിന് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ആമൻഡ് മിൽക്ക്, കാഷ്യൂ മിൽക്ക് അല്ലെങ്കിൽ അൺസ്വീറ്റൻഡ് പ്ലാന്റ് ബേസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത നമ്മുടെ ഓട്സ് മിൽക്ക് മിക്സ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു പ്രോട്ടീൻ മിക്സ് കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കിയ നമ്മുടെ ഓട്സ് മിക്സിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, ഒനിയൻ, ടൊമാറ്റോ, കുറച്ച് ബീൻസ് ഒക്കെയാണ്. കുറച്ചുകൂടെ ഫൈബറൊക്കെ കിട്ടാനായിട്ട് കേ ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു ചെറിയ കൈപ്പിടി മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുരിങ്ങയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ധാരാളം അറിയാവുന്നതാണ്. ഇതിൽ ഫൈബറും അയണും കാൽസ്യവും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതിനാൽ ഷുഗർ, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും HP കൂടാനും വെയിറ്റ് കൺട്രോളിനും ഇത് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. എരിവിന് ആവശ്യമായ കുറച്ച് പച്ചമുളകും പാകത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തയ്യാറാക്കിയ നമ്മുടെ പ്രോട്ടീൻ മിക്സ് ഓട്സ് മിക്സിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിലോ ബട്ടറോ തൂക്കി കൊടുത്ത് തയ്യാറാക്കിയ നമ്മുടെ ഓട്സ് എഗ്ഗ് മിക്സ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വശം വെന്ത് വരുമ്പോൾ മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ ഓട്സ് എഗ് ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കറി പോലും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിംഗ് കൂടിയാണ്. ഫൈബർ ധാരാളം ഉള്ളതിനാൽ കൂടുതൽ നേരം ഫുള്ളായി ഫീൽ ചെയ്യാനും കൂടാതെ എഗ്ഗിൽ നിന്ന് പ്രോട്ടീൻ സോഴ്സ് കിട്ടാനും ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടിരിക്കാനും തയ്യാറാക്കാൻ പറ്റുന്ന ഫുഡ് കൂടിയാണ്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഒരു ബാലൻസ്ഡ് മീലൊക്കെ നോക്കുന്നവർക്കും പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഡയബറ്റിക് മീലായിട്ടും കഴിക്കാവുന്ന റെസിപ്പി കൂടിയാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.